എന്താ ഈ സാധനത്തിനൊക്കെ വെയിറ്റ്? പിന്നെ മസിൽ വരാൻ വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാനതൊക്കെ ക്ഷമിക്കും. അങ്ങനെ ജിമ്മിലെ കസരത്തുകൾക്ക് ശേഷം ഞാൻ ദേ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിയ സീഡ് പുഡിംഗ് ആണ്. വെറും ചിയ സീഡ് പുഡിംഗ് അല്ല, മാംഗോ ചിയ സീഡ് പുഡിംഗ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഹെൽത്തി ഡെസേർട്ട് ഓപ്ഷൻ ആണ് കേട്ടോ ഇത്. വീക്കെൻഡ് ആയി, അപ്പൊ എന്തെങ്കിലും സ്വീറ്റ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അൺഹെൽത്തി അല്ലാണ്ട് ഇതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ഒരു ജാറിലേക്ക് മാറ്റാം. അതിലേക്ക് ഒരു 4 പിറ്റ് ഡേറ്റ്സ് കുറച്ച് പാലിൽ നല്ലോണം അരച്ചെടുത്തത് ചേർക്കുക കേട്ടോ. ഇത് ഭയങ്കര നല്ല ടേസ്റ്റ് ആണ്. നല്ല ഷുഗർ ഇട്ട പോലത്തെയുള്ള മധുരം തരും. അതിലേക്ക് നമ്മുടെ ഹീറോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാംഗോ ക്യൂബായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പാല് വെച്ചിട്ട് ടോപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ, നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റാം. ഈ ഡെസേർട്ട് കഴിക്കണമെങ്കിൽ ഒരു ദിവസത്തെ ചെറിയൊരു വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓവർനൈറ്റ് ഇരുന്നാലേ ഈ ചിയ സീഡ്സ് ഒക്കെ നല്ലോണം പണിയെടുത്തിട്ട് വീർത്ത് തക്കട് കുട്ടപ്പന്മാരാവുള്ളൂ കഴിക്കാൻ പാകത്തിന്. നേരെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. നമുക്ക് നാളെ കാണാം. ഇതെന്താ ചെറുതായിട്ട് ഫ്രിഡ്ജിനൊരു മാറ്റം? ഫ്രിഡ്ജ് വലുതായോ? പിറ്റേ ദിവസം ഞാൻ ഇതും എടുത്തോണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിരുന്നേ, അവർക്കും കൂടി കൊടുക്കാൻ. അപ്പോൾ ഒരു ജാർ ഞങ്ങൾക്കും ഒരു ജാർ റീമിക്കും കാണിക്കും. ഇവിടെ ഞാൻ മാംഗോ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്തിട്ട് ഗാർണിഷിങ് നല്ല ഭംഗിയിൽ വരുത്താൻ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഇവനെ അങ്ങോട്ട് ശരിയാക്കാം. ആദ്യം വൈഷുവിന് കൊടുത്തു നോക്കാം എന്താണ് ആളുടെ അഭിപ്രായം എന്നറിയാലോ. ഹെൽത്തി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടുന്ന ആളാണ് വൈഷു. ഞാൻ പ്രതീക്ഷിച്ച പോലെ വലിയ എക്സ്പ്രഷൻ ഒന്നും കിട്ടിയില്ല. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്വീറ്റ് ക്രേവിംഗിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ബെസ്റ്റ് സാധനമായിട്ട് തോന്നി. അപ്പോൾ ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് ഞാൻ പറയും. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടും യൂസ് ചെയ്യാം. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.